രമേശ് ചെന്നിത്തലയും ഇതേക്കുറിച്ച് പ്രതികരിച്ചു. കക്ഷി രാഷ്ട്രീയത്തിനും മറ്റ് ചിന്താഗതികൾക്കും അപ്പുറത്ത് ദുരിതമനുഭവിക്കുന്ന സ്ഥലങ്ങളെ ഒരുമിച്ച് സഹായിക്കുകയാണ് വേണ്ടതെന്നാണ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ടാണ് MLAയുടെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC പ്രസിഡന്റ് ഇക്കാര്യത്തെക്കുറിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. തന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞതെന്നും ചെന്നിത്തല പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. കക്ഷി രാഷ്ട്രീയത്തിനും മറ്റ് ചിന്താഗതികൾക്കുമെല്ലാം അപ്പുറത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് MLA ഫണ്ട്, എൻ്റെ MLA എന്നുള്ള നിലയിലുള്ള ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ CRMDF കൊടുക്കാൻ തീരുമാനിച്ചത്. KPCC പ്രസിഡന്റ് ഇപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം വെച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വെച്ച് വയനാട്ടിലെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതിനെപ്പറ്റി തീരുമാനമെടുക്കും എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഇതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും കോൺഗ്രസിലില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം കാണുന്നത്.